ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റായ മെഗറിനെ പറ്റിയാണ്. മെഗറിൻ്റെ ഉപയോഗവും അതിൻ്റെ പ്രവർത്തന രീതിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മെഗറിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പായി നമുക്ക് ഇൻസുലേഷൻ റെസിസ്റ്റൻസിനെ പറ്റി ഒന്ന് പഠിക്കാം. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഒരു വയറിൻ്റെ വിവിധ പാർട്സുകളാണ്. അതിൽ നമുക്ക് കണ്ടക്ടർ കാണാം, വയർ ഇൻസുലേഷൻ കാണാം, അതേപോലെ തന്നെ കേബിൾ ജാക്കറ്റ് കാണാം. ഈ വയർ ഇൻസുലേഷനാണ് കണ്ടക്ടറിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ പുറമേ നിന്നും യാതൊരു കോണ്ടാക്റ്റുകളും വരാണ്ട് സംരക്ഷിക്കുന്നത്. അല്ലെങ്കിൽ പുറമേ നിന്നും യാതൊരു കോണ്ടാക്റ്റുകളും ഏൽക്കാതെ ഒരു വയറിനെ സംരക്ഷിക്കുന്നത് ആ വയറിൻ്റെ ഇൻസുലേഷനാണ്. ഇങ്ങനെ ഒരു കണ്ടക്ടറിൽ കൂടെ ഒഴുകുന്ന കറണ്ടിനെ പ്രതിരോധിക്കാനുള്ള ഇൻസുലേഷൻ്റെ കഴിവിനെയാണ് നമ്മൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് വയർ. കാലപ്പഴക്കം ചെല്ലും തോറും ഒരു വയറിൻ്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കുറയുന്നതായിട്ട് നമുക്ക് കാണാം. അതിന് കാരണം പലതരത്തിലുള്ള സർഫസ് കണ്ടീഷനിലാണ് ഒരു വയർ നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പല ഘടകങ്ങളും ഇൻസുലേഷൻ റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ മോയ്സ്ചർ കണ്ടന്റ്, ടെമ്പറേച്ചർ ഇവയെല്ലാം ഇൻസുലേഷൻ റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യും. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? കണ്ടക്ടറിൽ കൂടെ ഒഴുകുന്ന കറണ്ട് ആ വയറിൻ്റെ ഇൻസുലേഷനിലൂടെ പുറത്തേക്ക് ലീക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ ലീക്ക് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? പുറമേ നിൽക്കുന്ന വ്യക്തികൾക്ക് ഷോക്ക് ഏൽക്കാനും അതേപോലെ തന്നെ മറ്റ് അപകടങ്ങൾക്കും കാരണമാകും. അതിനാൽ നിശ്ചിത ഇടവേളകളിൽ ഒരു വയറിൻ്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്ത് സേഫ് സോണിലാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അനിവാര്യമായൊരു കാര്യമാണ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് മെഗർ. മെഗറിന് മറ്റൊരു പേരും കൂടിയുണ്ട്, മെഗാ ഓംമീറ്റർ. സാധാരണ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുന്നത് മെഗാ ഓമിലാണ്. അതുകൊണ്ടാണ് മെഗാ ഓംമീറ്റർ എന്ന പേരുകൂടി മെഗറിന് വന്നത്. മെഗർ എന്ന് പറയുന്നത് ശരിക്കും ഒരു കമ്പനിയുടെ പേരാണ്. ആദ്യകാലങ്ങളിൽ മെഗാ ഓംമീറ്റർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ഇൻസ്ട്രുമെന്റ് കാലക്രമേണ മെഗർ എന്ന പേരിലേക്ക് വഴിമാറുകയാണ് ചെയ്തത്. രണ്ട് തരത്തിലുള്ള മെഗറുകളാണ് ഇന്ന് വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഹാൻഡ് ഡ്രിവൺ മെഗറും മറ്റൊന്ന് ബാറ്ററി ഓപ്പറേറ്റഡ് മെഗറുമാണ് ഇന്ന് നിലവിലുള്ളത്. നിങ്ങളിപ്പോൾ കാണുന്നത് ഹാൻഡ് ഡ്രിവൺ മെഗറാണ്. ഇതിന് രണ്ട് ടെർമിനൽസ് ആണ് ഉള്ളത്. ഈ ടെർമിനൽസിൽ ഹൈ വോൾട്ടേജ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനായിട്ട് മെഗറിൻ്റെ ഉൾഭാഗത്ത് ഒരു DC ജനറേറ്റർ ഉണ്ട്. ഈ DC ജനറേറ്ററിൽ ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ കാണുന്ന ലിവർ തിരിക്കുന്നതിലൂടെയാണ്. നോർമൽ ഹൗസ് വയറിങ്ങിൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് 500 വോൾട്ട് DC ആണ് ആവശ്യം. ഓരോ വയറിൻ്റെയും വോൾട്ടേജ് റേഞ്ച് അനുസരിച്ച് മെഗറിൻ്റെ വോൾട്ടേജ് റേഞ്ച് നമുക്ക് മാറ്റി കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ ഒരു ടേബിളാണ് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഓരോ വയറിൻ്റെയും വോൾട്ടേജ് റേഞ്ചും റൈറ്റ് സൈഡിൽ മെഗർ ഉപയോഗിച്ച് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ ആവശ്യമായ DC വോൾട്ടേജിൻ്റെ അളവുമാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് മെഗറിൻ്റെ രണ്ടാമത്തെ ടൈപ്പായ ബാറ്ററി ഓപ്പറേറ്റഡ് മെഗറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ നിശ്ചിത വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ബാറ്ററിയുടെ സഹായത്തോടെയാണ്. ബാറ്ററി DC to DC കൺവെർട്ടറിൻ്റെ സഹായത്തോടെ ആവശ്യമുള്ള വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുന്നത്. ബാറ്ററി ഓപ്പറേറ്റഡ് മെഗറാണ് ഇന്ന് വ്യാപകമായിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. അതിന് കാരണം ഇത് ഡിജിറ്റൽ മീറ്റർ ആയതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഹാൻഡ് ഡ്രിവൺ മെഗർ അനലോഗ് മീറ്ററാണ്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് മെഗർ ഉപയോഗിച്ച് ഒരു 3 കോർ വയറിൻ്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുന്ന വിധമാണ് കാണുന്നത്. മെഗറിൻ്റെ രണ്ട് ടെർമിനൽസ് ഉണ്ട്. ഒന്ന് ലൈൻ ടെർമിനലും ഒന്ന് എർത്ത് ടെർമിനലുമാണ്. അത് രണ്ട് വയറുകളിലേക്കായിട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം നിശ്ചിത വോൾട്ടേജ് മെഗറിൽ സെറ്റ് ചെയ്യുക. ഇപ്പോൾ നോർമൽ ഹൗസ് വയറിങ്ങിനാണെങ്കിൽ നമുക്ക് 500 വോൾട്ട് DC മതിയാവും. ടെസ്റ്റിംഗ് ടെർമിനൽസ് രണ്ട് വയറുകളിലായിട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം മെഗറിലുള്ള ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പം ഈ രണ്ട് വയറുകൾക്കിടയിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഡിസ്പ്ലേയിൽ നമുക്ക് കാണാവുന്നതാണ്. സാധാരണയായി 2 മെഗാ ഓമിൽ മുകളിൽ ഒരു റീഡിംഗ് കിട്ടിയെങ്കിൽ മാത്രമേ ആ ഇൻസുലേഷൻ മികച്ചതായിട്ട് നമ്മൾ പരിഗണിക്കുകയുള്ളൂ. 2 മെഗാ ഓമിൽ മുകളിൽ എത്ര റീഡിംഗ് കിട്ടിയാലും അത്രയും നല്ലതാണ്. അതുപോലെ തന്നെ 2 മെഗാ ഓമിൽ താഴെ റീഡിംഗ് കിട്ടിയാലോ ആ വയറിൻ്റെ ഇൻസുലേഷൻ ഡാമേജ് ആണ്. അതിനാൽ ആ വയർ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊക്കെയാണ് ഒരു മെഗറിൻ്റെ പ്രവർത്തന രീതി. നമുക്കിനി മെഗർ ഉപയോഗിച്ച് രണ്ട് വയറുകളുടെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാം. ഒരു 4 കോർ കേബിളിൻ്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. 4 കോർ കേബിളിന് 4 വയറുകളുണ്ട്. ഒരു ന്യൂട്രൽ ലൈനും ബാക്കി 3 ഫേസുകളും ആയിരിക്കും. അതായത് 3 ഫേസിൻ്റെ 3 ഫേസുകൾ RYB. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് മെഗറിൻ്റെ ഒരു ടെർമിനൽ ന്യൂട്രലിൽ കണക്ട് ചെയ്യുക. അടുത്ത ടെർമിനൽ ഏതെങ്കിലും ഒരു ഫേസിൽ, നമുക്കിപ്പം ഫേസ് 6ൽ കണക്ട് ചെയ്യാം. അതിനുശേഷം മെഗറിൽ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യണം. ഹൈ വോൾട്ടേജ് കേബിൾ ആയതുകൊണ്ട് തന്നെ മെഗറിൽ നമുക്ക് 1000 വോൾട്ട് DC ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ റീഡിംഗ് ആണെങ്കിൽ അപ്പോൾ തന്നെ അത് നോട്ട് ചെയ്യുക. 13.46
ഗിഗാ ഓം ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഈ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ മെഗറിൽ നിന്ന് വോൾട്ടേജ് റിലീസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് റീഡിങ് പെട്ടെന്ന് തന്നെ എടുക്കേണ്ടതാണ്. നമുക്കിനി ന്യൂട്രലും അടുത്തൊരു ഫേസും തമ്മിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാവുന്നതാണ്. മെഗറിൻ്റെ ഒരു ടെർമിനൽ ന്യൂട്രലിലും അടുത്ത ടെർമിനൽ അടുത്തൊരു ഫേസായ വൈയിലും കണക്ട് ചെയ്യുക. അതിനുശേഷം ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് റീഡിങ് കാണാം 12.33 ഗിഗാ ഓം ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി ഫേസ് ബിയും ന്യൂട്രലും തമ്മിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനായിട്ട് മെഗറിൻ്റെ ഒരു ടെർമിനൽ ഊരി നമ്മൾ ബിയിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പം 14.58 ഗിഗാ ഓം ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. മെഗറിൻ്റെ ഡിസ്പ്ലേയിൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസിൻ്റെ അളവ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് മെഗറിൽ നിന്ന് റിലീസ് ചെയ്ത വോൾട്ടേജിൻ്റെ അളവും കാണിക്കുന്നുണ്ട്. ഇതിൽ കാണിക്കുന്നത് 1058 വോൾട്ട് ഡി സി ആണ്. നമ്മൾ മെഗറിൽ നിന്ന് റിലീസ് ചെയ്തത് 1000 വോൾട്ട് ഡി സി ആയിരുന്നു. ഈ വ്യത്യാസം വരാൻ കാരണം ഇതൊരു ഡിജിറ്റൽ മീറ്റർ ആയതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയൊരു എറർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ തോന്നുന്നൊരു സംശയമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. 1000 ഓം എന്ന് പറയുന്നത് 1 കിലോ ഓം ആണ്. അതുപോലെ തന്നെ 1000 കിലോ ഓം എന്ന് പറയുന്നത് 1 മെഗാ ഓം ആണ്. 1000 മെഗാ ഓം ആണ് 1 ഗിഗാ ഓം എന്ന് നമ്മൾ പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ മെഗറിൻ്റെ ഉപയോഗവും അതിൻ്റെ പ്രവർത്തന രീതികളുമാണ് നിങ്ങൾ പഠിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.